എപ്പോഴും കർഷക സമരങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് തന്നെ ഗതിമാറ്റിയ സമരം തുടങ്ങുന്നത് ചമ്പാരനിലാണ്. ചമ്പാരനിൽ വന്നിറങ്ങുന്ന ഗാന്ധിയാണ് പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു നിർണായക ഘട്ടത്തിൽ നേതൃത്വം ഉണ്ടാവുന്നത്. അതിനുശേഷം ബർദോളിയിൽ ഒരു കർഷക പ്രക്ഷോഭം ഉണ്ടാവുന്നുണ്ട്. സ്വാതന്ത്ര്യ സമരത്തെ മുഴുവൻ നേരായ ദിശയിലേക്ക് നയിക്കുകയും അതിന് ഊർജം പകരുകയും ചെയ്തൊരു വലിയ പ്രക്ഷോഭം. അങ്ങനെ കർഷക സമരങ്ങൾ കൊണ്ട് നെയ്തെടുത്ത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ 2020-21 കാലഘട്ടത്തിൽ നടന്ന 13 മാസം നീണ്ടുനിന്ന ആ വലിയ സമരം, ഏകദേശം 666-ലധികം കർഷകരുടെ ജീവനെടുത്ത ഒരു സമരമാണ്. ഒരുപക്ഷെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നരേന്ദ്രമോദി സർക്കാർ എവിടെയെങ്കിലും മുട്ടുകുത്തുന്നുണ്ടെങ്കിൽ അവരെ മുട്ടുകുത്തിച്ചൊരു സമരമായി വ്യാഖ്യാനിക്കപ്പെട്ടത്. വലിയ തരത്തിലുള്ള വിശകലനങ്ങൾ ആ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. 3 നിയമങ്ങൾ പിൻവലിക്കുക മാത്രമല്ല, സർവാധികാരിയാണ് എന്ന് കരുതി ഒരു സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപൂർണമായ പിന്തുണയുണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സമരമല്ല എന്നു തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് കർഷക സംഘടനകൾ നടത്തിയ, അത് 40ഓളം യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു വലിയ സമരത്തിന് സാധിച്ചിരുന്നു. പക്ഷെ അതിനു മുൻപ് ഇന്ത്യയിൽ കർഷക സമരത്തിന് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ചലനമുണ്ടാവുന്നത് 2018-ൽ CPM-ൻ്റെ ഒരു കിസാൻ ലോങ് മാർച്ച് സംഘടിപ്പിച്ചതോടുകൂടിയാണ്. 30,000 പേരിൽ നിന്ന് തുടങ്ങി 1 ലക്ഷത്തിലേക്ക് എത്തിയ നാസിക്കിൽ നിന്ന് ആരംഭിച്ച ആ മാർച്ചാണ് ഒരുപക്ഷെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് ഒരു വലിയ വിജയമായി, വേണ്ടത്ര മാധ്യമങ്ങളുടെ ശ്രദ്ധയൊന്നും കിട്ടിയില്ലെങ്കിലും, പരിലാളനകൾ കിട്ടിയില്ലെങ്കിലും ഒരു വലിയ മാർച്ചായി മാറുന്നത്. പിന്നീട് 2020-21 പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകർ മാർച്ചുമായിട്ട് വരുന്നതും നമ്മൾ കണ്ടു. 1 മണിക്കൂറിൽ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യുന്ന നാടാണ് ഇന്ത്യ. നമ്മൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ, ഭക്ഷ്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ ലോകത്ത് മുൻപന്തിയിൽ നിൽക്കുമ്പോഴും ബഡ്ജറ്റിൽ ഏറ്റവും കുറഞ്ഞ വിഹിതം കർഷകർക്ക് നീക്കിവെക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. 2.8% മൊത്തം ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ കർഷകർക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുന്ന, അഗ്രികൾച്ചർ സെക്ടറിന് വേണ്ടി നീക്കിവെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വിഹിതം. അതിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 1997 കോടി രൂപ മാത്രമാണ് വർദ്ധിച്ചിരിക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. മിനിമം താങ്ങുവില പ്രഖ്യാപിക്കുമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടും, കർഷകരുടെ പ്രതിഷേധത്തെ തുടർന്ന് നിയമങ്ങൾ പിൻവലിച്ചിട്ടും, അവർക്ക് ഇൻഷുറൻസ് നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടും ഒരു പ്രഖ്യാപനവും കൃത്യമായി നടപ്പിലാക്കാൻ കഴിയാതെ പോയ സർക്കാരാണ്. റാബി വിളകളുടെ താങ്ങുവില പ്രഖ്യാപിച്ചു എന്നതൊഴിച്ചു നിർത്തിയാൽ ഖാരിഫ് വിളകൾക്കടക്കം താങ്ങുവില പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ വൈകുന്നു എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയം കൂടിയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്ത് ഈ കർഷകരെത്തുന്നത്. ഈ കർഷകരെത്തുമ്പോൾ അതിൽ ശ്രദ്ധേയമായ കാര്യമായി എനിക്ക് തോന്നിയത്, കഴിഞ്ഞ തവണ പഞ്ചാബിലെ സിഖുകാരുടെ ഒരു വലിയ സാന്നിധ്യമുണ്ടായിരുന്നു. ലങ്കാറികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവിടെ അവർ ഭക്ഷണം കൊടുത്തിരുന്നത്. അവിടെ സമരം ചെയ്യുന്ന മനുഷ്യർ ഈ 300-ലധികം ദിവസങ്ങൾ കഴിഞ്ഞത് അവിടുത്തെ ഒരു പ്രദേശത്തെ തണുപ്പിനെ പരിഗണിക്കാതെയാണ്. പക്ഷേ അപ്പോഴും അവിടെ ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യരുണ്ടായിരുന്നു. ഇന്ന് ആ പ്രദേശത്തേക്ക് കടക്കാൻ പോലും അനുവദിക്കാതെ ഇന്ത്യയിലെ സാധാരണക്കാരനായ ഒരു പൗരന് ഭരണഘടന നൽകുന്ന യാത്രാ സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചുകൊണ്ടാണ് വലിയ രീതിയിൽ പ്രതിരോധ മാർഗങ്ങൾ ഒരുക്കുന്നത്. ആ കാഴ്ച കണ്ടാൽ യഥാർത്ഥത്തിൽ ഏതോ തീവ്രവാദികൾ, ഏതോ വിദേശ ശത്രുക്കൾ നമ്മളുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനം പിടിച്ചടക്കാൻ വരുന്നത് പോലെയാണ് കേന്ദ്ര സർക്കാർ വലിയ പ്രതിരോധ സേനയെ വിന്യസിച്ചിരിക്കുന്നത്. അതും ഈ പറയുന്ന ഹരിയാനയുടെയും പഞ്ചാബിൻ്റെയും അതിർത്തികളിൽ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ തവണ സമരം നടന്ന പ്രദേശങ്ങളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ശംഭുവിലും, സിംഗുവിലും, ഗാസിപ്പൂരിലും, അംബാലയിലും, കുരുക്ഷേത്രയിലും അടക്കം വലിയ രീതിയിലുള്ള വിന്യാസം കേന്ദ്ര സർക്കാർ നടത്തുന്നു. അതും പല തട്ടുകളിലായിട്ടാണ് ഈ കർഷകരുടെ മാർച്ചിനെ പ്രതിരോധിക്കാൻ കേന്ദ്ര സർക്കാർ ഈ പ്രതിരോധമൊരുക്കുന്നത്. ഇന്നവരെ നമ്മൾ കണ്ടിട്ടില്ല. വലിയ ടാങ്കറുകൾ കൊണ്ടുവന്ന് റോഡ് ബ്ലോക്ക് ചെയ്യുകയാണ്. വലിയ കോൺക്രീറ്റ് മതിലുകൾ മാത്രമല്ല, കോൺക്രീറ്റ് പാളികൾക്കിടയിൽ കോൺക്രീറ്റ് ഉരുക്കി അതിലേക്ക് വലിയ കൂർത്ത കമ്പികൾ വയ്ക്കുകയാണ്. നിങ്ങൾ ആർക്കെതിരെയാണ് സമരം ചെയ്യുന്നത്? 2020-21 PTIയുടെ ക്യാമറാമാനായിരുന്ന ഒരു രവി ചൗധരി പടർത്തിയ ഒരു ചിത്രമുണ്ട്. ഒരു പഞ്ചാബ് സിഖുകാരനായ കർഷകനെ അന്നത്തെ പോലീസ് ഒരു ലാത്തി കൊണ്ടടിക്കുന്ന ദൃശ്യം. ആ ദൃശ്യമാണ് അന്ന് സമരത്തിന് ഊർജം പകരുന്നൊരു വലിയ ദൃശ്യമായി മാറിയത്. പിന്നീട് ലഖിംപൂരിയിലെ കൊലപാതകവും. ഇത് രണ്ടും വലിയ രീതിയിൽ കർഷകരെ കൂട്ടിയോജിപ്പിച്ചു എന്ന് മാത്രമല്ല, അന്ന് പഞ്ചാബിലെയും ഹരിയാനയിലെയും രാജസ്ഥാനിലെയും കർഷകരാണ് സമരത്തിലിറങ്ങുന്നതെങ്കിൽ, കേരളത്തിലേതടക്കമുള്ള പ്രാതിനിധ്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഉത്തർപ്രദേശിലെ കർഷകർ ആദ്യഘട്ടത്തിൽ മടിച്ചു നിന്നെങ്കിലും ലഖിംപൂരിയിലെ കൊലപാതകത്തോടുകൂടി ഉത്തർപ്രദേശിലെ കർഷകർ കൂടിയ സമരത്തിൻ്റെ ഭാഗമാകുന്ന കാഴ്ചയാണ് കണ്ടത്. വലിയ രാഷ്ട്രീയ മാറ്റമൊന്നും ഉത്തർപ്രദേശിൽ സംഭവിച്ചില്ല. ആ കർഷക സമരത്തെ തുടർന്ന് ഉത്തർപ്രദേശിലെ നിയമസഭാ തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ആ സമരം കേന്ദ്ര സർക്കാർ
നിയമം പിൻവലിച്ചതോടുകൂടി കർഷകരുടെ മുന്നിൽ മുട്ടുമടക്കുന്നതോടുകൂടി അവസാനിക്കുകയും ചെയ്തു. പക്ഷെ അവർക്ക് കൊടുത്ത ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ല. 200 തൊഴിലവസരങ്ങൾ ഞങ്ങൾക്ക് തരൂ എന്നാണ് ഈ കർഷകരുടെ മാർച്ചിൽ ആവശ്യപ്പെടുന്നത്. ഞങ്ങളുടെ വിളകൾക്ക് മിനിമം താങ്ങുവില നൽകി ഞങ്ങളെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കുമെന്നാണ് കർഷകർ പറയുന്നത്. അത് കേൾക്കാനുള്ള ബാധ്യത ഈ സർക്കാരിനുണ്ട്. അന്നദാതാ സർക്കാർ എന്ന് പറയുന്ന മോദി സർക്കാരിനുണ്ട്. എന്തായാലും ഇപ്പോഴും കൂടിയാലോചനകൾ നടക്കുകയാണ്. ചണ്ഡീഗഡിൽ വീണ്ടും കൂടിയാലോചനയ്ക്കായി കേന്ദ്ര സർക്കാർ ഈ സംയുക്ത സമരസമിതിയെ ക്ഷണിച്ചിട്ടുണ്ട്. അവർ നാളെ വീണ്ടും ചർച്ച നടത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും 6 മാസത്തേക്കുള്ള സാധന സാമഗ്രികളുമായിട്ടാണ് ഈ കർഷക സംഘം ഈ അതിർത്തിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അത്ര വേഗം ഈ സമരം അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. പൂർണ്ണമായും ന്യായമായ സമരം എന്നു തന്നെ ഇതിനെ ഞാനും വിശേഷിപ്പിക്കുന്നു. എൻ്റെയും പക്ഷം ഈ കർഷകർക്കൊപ്പം തന്നെയാണ്. Meet the editors.